അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വസ്തുക്കളെ ബഹുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. ബഹുമാനിച്ച വിഭാഗങ്ങളിൽ പെട്ടവരാണ് അംബിയ മുർസലുകൾ, അല്ലെ? അതുപോലെ തന്നെ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഇവരൊക്കെ അള്ളാഹു ബഹുമാനിച്ച വിഭാഗമാണ്. പക്ഷേ മൊത്തത്തിൽ തന്നെ മനുഷ്യനെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുമുണ്ടല്ലോ. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ലോകത്ത് അത്ഭുതകരമായ അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഉണ്ടായിട്ടും, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ, അവന്റെ മഹത്വത്തെ വിളിച്ചോതുന്ന മഹൽ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടും, എന്ന് മാത്രമല്ല ഒരുപാട് അത്ഭുതകരമായ, നമ്മുടെ കണ്ണിന് കാണുന്നതും കാണാത്തതുമായ മഹാത്ഭുതങ്ങൾ ഉണ്ടായിട്ട് പോലും സമുദ്രത്തിന്റെ അന്തർഭാഗത്താവട്ടെ, ഭൂമിയിലാവട്ടെ, കരയിലാവട്ടെ, ആകാശത്താവട്ടെ, ഏതെങ്കിലും ഗ്രഹങ്ങളാവട്ടെ, ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടും അള്ളാഹു അവന്റെ ഖുർആനിലൂടെ മനുഷ്യനെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മഹത്വം എത്രയാണ്. ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കിടയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് മുതഅല്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം. മുതഅല്ലിമീങ്ങൾ അവർ നാടിന്റെ സമ്പത്താണ്, ഒരു ഉമ്മാന്റെയും ഉപ്പാന്റെയും സമ്പത്താണ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്താണ് മുതഅല്ലിമീങ്ങൾ എന്ന് പറയുന്നത്. മുതഅല്ലിം ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ വെളിച്ചമാണ്, ഒരു പള്ളിയിൽ ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ വെളിച്ചമാണ്, ആ നാട്ടുകാർക്ക് വെളിച്ചമാണ്, പ്രകാശമാണ്, മാർഗദർശനമാണ്. അവരെ ഇന്നത്തെ കാലഘട്ടത്ത് നാം പ്രത്യേകിച്ച് അവരെ ചിന്തിക്കേണ്ടത്, അവരെക്കുറിച്ച് ആലോചിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. മുതഅല്ലിമീങ്ങളെ ഇകഴ്ത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം സമൂഹത്തിലൂടെ, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലൂടെ ആണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. മുതഅല്ലിമീങ്ങളെ ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കണം. കഴിഞ്ഞ കാലഘട്ടത്താണെങ്കിൽ ഒരു വീട്ടിലേക്ക് മുതഅല്ലിം ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആ വീട്ടിലെ ഉമ്മ, ആ വീട്ടിലെ ഉപ്പ, എല്ലാവരും ആ കുഞ്ഞിനെ, ചെറിയ കുഞ്ഞാണെങ്കിലും ചെറിയ പ്രായമാണെങ്കിലും ഉസ്താദെ എന്ന് വിളിച്ചിട്ട് ആദരിച്ചിരുന്നു. എനിക്കും അനുഭവങ്ങളുണ്ട്. എൻ്റെ നാട്ടിൽ പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ പള്ളി ദർസുകളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ, ഒരു വീട്ടിലേക്ക് മൗലീദിനോ മറ്റുള്ള കല്യാണ പരിപാടികൾക്ക് പോയി കഴിഞ്ഞാൽ മുതഅല്ലിമായി ഇരിക്കുന്ന കാലഘട്ടത്ത് തന്നെ ഒരുപാട് ആദരവുകളും ഒരുപാട് ബഹുമാനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നതല്ല, എല്ലാ മുതഅല്ലിമീങ്ങൾക്കും കിട്ടിയതാണ് കഴിഞ്ഞ കാലഘട്ടത്ത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മുതഅല്ലിമീങ്ങളെ ഇകഴ്ത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. മുതഅല്ലിമീങ്ങളാകുമ്പോൾ അവർ പഠിക്കുക മാത്രമല്ല ഇന്ന് ചെയ്യുന്നത്, അവർ പഠിക്കുന്നതോടൊപ്പം, പഠനത്തോടൊപ്പം അവർ സ്കൂളിലേക്ക് പോകുന്നുണ്ട്, ഇൽമു പഠിക്കുന്നതോടൊപ്പം സ്കൂളിലേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല ദർസിന്റെ ആനുകൂല്യത്തിന് വേണ്ടി, ദർസിന്റെ വരുമാന മാർഗമായിട്ട് ചിലപ്പോൾ കലണ്ടർ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും, ചിലപ്പോൾ റിസിപ്റ്റ് കൊണ്ടുവരുന്നുണ്ടാവും. ഇതൊക്കെ മുതഅല്ലിമീങ്ങൾക്കുള്ള പണി ആണോ അല്ലേ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, തീർച്ചയായിട്ടും മുതഅല്ലിമീങ്ങൾക്ക് അവർ വെറുതെ ആവില്ലല്ലോ, അവർക്ക് വെറുതെ ആരും ഭക്ഷണം കൊടുക്കില്ലല്ലോ, ചെലവുണ്ടല്ലോ. അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ നല്ലോണം ആദരിച്ച്, സ്നേഹിച്ച്, ബഹുമാനിച്ച്, അവർക്ക് ആവശ്യങ്ങൾ എന്താണോ എന്ന് ചോദിച്ച് അവർക്ക് കൊടുക്കണം. മുതഅല്ലിമീങ്ങളെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഇന്ന് തീരെയില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇവിടെ കല്ലേക നാട്ടിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, മുതഅല്ലിമീങ്ങൾക്ക് വസ്ത്രം കൊടുക്കുന്നവരുണ്ട്. എല്ലാ പെരുന്നാളിലും, ചെറിയ പെരുന്നാളാവട്ടെ, ബലി പെരുന്നാളാവട്ടെ, അതേപോലെ ഇനിയിപ്പോ നമ്മുടെ ഈദുൽ
ഈദ് മിലാദ് വരികയാണ്. ഹബീബുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ 12 വരുമ്പോൾ ആ ഒരു സമാരംഭത്തിലേക്ക്, ആ ഒരു സംരംഭത്തിലേക്ക്, ആ ഒരു പ്രോഗ്രാമിലേക്ക്, ആ ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മുതഅല്ലിമീങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ട് ചില നല്ലവരിൽ നല്ലവരായ വ്യക്തിത്വങ്ങൾ, ചില ഉമ്മമാരുമുണ്ട് ആ കൂട്ടത്തിൽ, ചില സഹോദരിമാരുണ്ട് ആ കൂട്ടത്തിൽ, മുതഅല്ലിമീങ്ങൾക്ക് മാത്രമായിട്ട് സഹായിക്കുകയും അവർക്ക് വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്ന എത്രയോ സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ ആളുകളുണ്ട്. അവരെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിരിക്കവെ തന്നെ മുതഅല്ലിമീങ്ങളെ തീരെ പരിഗണിക്കാത്ത ആളുകളുമുണ്ട്. അവരുടെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നിയിട്ട് ഞാൻ ഇക്കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഒരിക്കലും മുതഅല്ലിമീങ്ങളെ നിരുത്സാഹപ്പെടുത്തരുത്, മുതഅല്ലിമീങ്ങളെ താഴ്ത്തരുത്, ഇകഴ്ത്തരുത്. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇനി അതൊന്നും സാധിച്ചില്ലെങ്കിൽ അവരെക്കുറിച്ച് മിണ്ടാതിരിക്കാൻ, അവരെക്കുറിച്ച് ഒന്നും പറയണ്ട, ഒന്നും സംസാരിക്കണ്ട, മിണ്ടാതിരിക്കുക. മഹത്വങ്ങൾ അറിയില്ല, അവരെ എന്തിനാണ് നിരുത്സാഹപ്പെടുത്തുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ തിക്തഫലം നമ്മുടെ കൂട്ടുകുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ കാണാൻ സാധ്യതയുണ്ട്. കാരണം അവർ ഇൽമുമായി ബന്ധപ്പെടുന്നവരാണ്. എന്താ കാരണം എന്നറിയോ? ഈ ലോകത്ത് മനുഷ്യരായ നമുക്ക്, മുസ്ലിമീങ്ങളായ നമുക്ക്, മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നാം ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മരണത്തിന്റെ ചിന്ത എന്നുള്ളത് അനിവാര്യമാണ്. ഹബീബുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞിട്ടുണ്ട്, മരണത്തെ സ്മരിക്കണം, മരണത്തെ ഓർക്കണം. മരണത്തെ ഓർക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ വലിയ വഅളാണ്, വലിയ ഉപദേശമാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പക്ഷേ ആ ഒരു മരണത്തിന്റെ ചിന്ത പോലും നിർബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ചിന്ത പോലും അനിവാര്യമില്ലാത്ത, അത്യാവശ്യമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു വിഭാഗമാണ് മുതഅല്ലിമീങ്ങൾ. അവർക്ക് പഠനത്തിന്റെ ചിന്ത മാത്രമാണ്. അവർ നന്നായിട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമും ഹബീബുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മരണത്തിന്റെ ചിന്ത മുതഅല്ലിമീങ്ങൾക്ക് വേണ്ട. കാരണം അവർ പഠിക്കട്ടെ. നിങ്ങൾക്കറിയോ, ഹബീബുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു സഹോദരൻ ഓടി വന്നു, കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ വീട്ടിൽ ആരും ഇല്ല, ഞാൻ മാത്രമാണുള്ളത്. എൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ പണിക്ക് പോകുന്നുണ്ട്, പക്ഷെ അത് തികയൊന്നില്ല, മതിയാവുന്നില്ല. എൻ്റെ സഹോദരനാണെങ്കിൽ ഒരു അനുജനുണ്ട്, ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ നിങ്ങളുടെ കൂടെ മുതഅല്ലിമായി പഠിക്കുകയാണ്, സുഫത്തിന്റെ അഹ്ലുകാരായിട്ട് ആ കൂട്ടക്കാരിൽപ്പെട്ട്, ആ കൂട്ടത്തിൽപ്പെട്ട് ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ, ആ സഹോദരൻ വന്ന് പരാതിപ്പെടുന്നത് എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ അടുത്തുള്ള എൻ്റെ സഹോദരനെ എൻ്റെ കൂടെ അയക്കണം. നമ്മളെ രണ്ടാളും പണിയെടുത്താൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് ഒരു നിലക്ക് എത്താൻ കഴിയും. നമ്മുടെ കൂട്ടുകുടുംബത്തെ കടങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എൻ്റെ സഹോദരനെ അയച്ചു തന്നാലും എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പൊന്നുമോനെ, ആ സഹോദരനെ കൂടെ ഇരുത്തിയിട്ട് പറഞ്ഞ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ. എന്താണെന്നറിയോ? പൊന്നുമോനെ, നീ എന്താ വിചാരിച്ചത്? നിനക്ക് നിന്റെ കുടുംബത്തെ പോറ്റാൻ, നിനക്ക് നിന്റെ വീട്ടിലും, നിനക്ക് നിന്റെ ഭാര്യ മക്കളിലും, നിന്റെ മാതാപിതാക്കളിലും, നിന്റെ ജോലിയിലും, നിന്റെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ബർക്കത്ത് കിട്ടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ബർക്കത്ത് വർദ്ധിച്ച് 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 വന്നുകൊണ്ടിരിക്കും. അതിന്റെ കാരണം നിന്റെ സഹോദരൻ എൻ്റെ അടുത്ത് ഇൽമ് പഠിക്കുന്നതിന്റെ കാരണം കൊണ്ടാ. അതുകൊണ്ട് നിന്റെ സഹോദരനെ ഒരിക്കലും അങ്ങനെ വിളിക്കല്ലേ. ഇൽമിന്റെ അഹ്ലുകാരെ ഒരിക്കലും അതിൽ നിന്ന് തടസ്സപ്പെടുത്തല്ലേ, അതിൽ നിന്ന് മാറ്റി നിർത്തല്ലേ. അവര് പഠിക്കട്ടെ. അവര് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ബർക്കത്ത് നമ്മുടെ വീട്ടിലും, നമ്മുടെ വാഹനങ്ങളിലും, കച്ചവടങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുമെന്ന് നീ മനസ്സിലാക്കണം എന്നാണ് മുത്തു റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞത്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങളും മനസ്സിലാക്കണം. മുതഅല്ലിമീങ്ങളെ മഹത്വം പറഞ്ഞാൽ തീരില്ല. ഒരുപാട് പറയാനുണ്ട്. മുതഅല്ലിമീങ്ങൾ എവിടെ കണ്ടാലും അവരെ നിങ്ങൾ ബഹുമാനിക്കണം. അവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് സലാമൊക്കെ പറഞ്ഞിട്ട്, എന്താ പൊന്നുമോനെ നീ ഇവിടെ, എന്തിനാ നീ വന്നത്, എന്താണ് ആവശ്യം, ഭക്ഷണം കഴിച്ചോ, വസ്ത്രം വേണോ, അല്ല കിതാബിന്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവരെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാഹ് വരുന്ന ദിവസങ്ങളിൽ ഇൻഷാ അള്ളാഹ് സമയമുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് മുതഅല്ലിമീങ്ങളെ കുറിച്ച് ഇനിയും ധാരാളം പറയണമെന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരെ ആദരിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് അവരെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നൂറെ ഹിന്ദ് ആത്മീയമായിട്ടുള്ള മജ്ലിസ് വൈകുന്നേരം എപ്പോഴും അസർക്ക് വൈകുന്നേരം 5:30 മണിക്ക് നടക്കുന്നുണ്ട്. നൂറെ ഹിന്ദ് ആത്മീയ മജ്ലിസ് നടക്കുന്നുണ്ട്. ഈ ഒരു മജ്ലിസിൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ എല്ലാവരും കൂടണം. അതിൽ നടക്കുന്നത് മുഹിയുദ്ദീൻ മാലയും നഫീസത്ത് മാലയും ദിക്റിന്റെ മജ്ലിസും പ്രാർത്ഥനാ മജ്ലിസും ഓരോ ആളുകളുടെ ആവശ്യം പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ആ ഒരു സദസ്സിലേക്ക് നിങ്ങൾ വരണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.